Hi everyone, I'm Indu Ablash. I welcome you all to another interesting video from Tijus Academy. Today the interesting topic is ordinary versus effective communication. Let's see some examples. First one, the ordinary way of saying what symptoms are you having? This is an ordinary way of saying. Other than effective way nokam. Can you please describe the symptoms you have been experiencing? So, ഒരു ഓർഡിനറി വേയിൽ നിന്ന് എഫക്റ്റീവ് വേയിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് സ്കോർ കൂടുകയും അതുപോലെ തന്നെ ക്ലാരിറ്റി കിട്ടുകയും ചെയ്യുന്നത്. ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. ഡോണ്ട് വറി യു വിൽ ബി ഫൈൻ. ഇത് ഓർഡിനറി വേ ഓഫ് സ്പീക്കിംഗ് ആണ്. അതുപോലെ തന്നെ എഫക്റ്റീവ് വേയിൽ നോക്കാം. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു മസ്റ്റ് ബി ഫീലിംഗ് ആൻഷ്യസ് ബട്ട് റെസ്റ്റ് അഷ്യൂർഡ് വി ഹാവ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആൻഡ് വി വിൽ ടേക്ക് ഗുഡ് കെയർ ഓഫ് യു എന്ന് നഴ്സ് പറയുന്നതിനോടൊപ്പം തന്നെ പേഷ്യൻറ്റിൻ്റെ ആൻസൈറ്റി അഡ്രസ് ചെയ്യുകയും അതുപോലെ തന്നെ റീഅഷുറൻസ് ആയിട്ട് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആൻഡ് ദെൻ ഗുഡ് കെയർ തരാം എന്നുമാണ് ഉറപ്പുവരുത്തുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ എന്നാണ് ഓർഡിനറി വേയിൽ പറയുന്നത്. അതിൻ്റെ എഫക്റ്റീവ് വേ നോക്കാം. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ടുഡേ. ഇഫ് യു ഹാവ് എനി ഫർദർ ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ് പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് us. ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയുമ്പോൾ ഇവിടെ nurse actually she is thanking for the patient to come and visit her, as well as she is going further and trying to tell the patient that the patient എന്തെങ്കിലും concern or question ഉണ്ടെങ്കിൽ എന്നെ പേഷ്യൻറ്റിനെ നഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത് എന്നാണ് ഉറപ്പ് വരുത്തുന്നത്. ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. പ്ലീസ് ടേക്ക് ദീസ് പിൽസ് വിതൗട്ട് ഫെയിൽ ഡെയിലി. ഇത് ഓർഡിനറി വേ ഓഫ് സ്പീക്കിംഗ് ആണ്. ലെറ്റ്സ് സീ ഇറ്റ്സ് എഫക്റ്റീവ് വേ. പ്ലീസ് ടേക്ക് വൺ ഓഫ് ദീസ് പിൽസ് ട്വൈസ് എ ഡേ ആഫ്റ്റർ മീൽസ്. It is important to follow this schedule to ensure the medication works effectively. Let's see the difference here. ഇവിടെ മറക്കാതെ പിൽസ് എടുക്കുക എന്ന് മാത്രമേ നഴ്സ് പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ എഫക്റ്റീവ് വേയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പിൽ ഒരു ദിവസം 2 പ്രാവശ്യം എടുക്കണമെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്കെഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെഡിക്കേഷൻ എന്നാലേ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ് അവിടെ നഴ്സ് തരുന്നത്. സോ ഷീ ഈസ് ജസ്റ്റ് ഗിവിംഗ് ദ ക്ലിയർ ഇൻഫർമേഷൻ അബൌട്ട് ദ മെഡിക്കേഷൻ വർക്ക്സ് എഫക്റ്റീവ്ലി വെൻ ഇറ്റ് ഇസ് ടേക്കൻ ട്വൈസ് എ ഡേ ആസ് വെൽ എസ് ടു ഫോളോ ദിസ് പർട്ടിക്കുലർ സ്കെഡ്യൂൾ. ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. ഡു യു ഹാവ് എനി മെഡിക്കൽ പ്രോബ്ലംസ്? ഇത് ഓർഡിനറി വേ ഓഫ് സ്പീക്കിംഗ് ആണ്. ലെറ്റ്സ് സീ ഇറ്റ്സ് എഫക്റ്റീവ് വേ ഓഫ് സ്പീക്കിംഗ്. Could you please tell me about any past medical conditions or surgeries you have had? Let's see the difference here. ഇവിടെ മെഡിക്കൽ പ്രോബ്ലംസ് എന്ന് നഴ്സ് ഉദ്ദേശിക്കുന്നത് സർജറിയോ പാസ്റ്റ് മെഡിക്കൽ കണ്ടീഷനോ എന്നാണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ ടു ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിനോട് ഇത് ഉദ്ദേശിക്കുമ്പോൾ പേഷ്യൻ്റ് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല സർജറിയെക്കുറിച്ച് അല്ലെങ്കിൽ പാസ്റ്റ് മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്നാണ്. അതുകൊണ്ട് ഈ ഒരു എഫക്റ്റീവ് വേ നോക്കിയാലോ അതിവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് താങ്കൾക്ക് പാസ്റ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ, അതുപോലെ തന്നെ സർജറീസ് വല്ലതും നേരത്തെ ചെയ്തിട്ടുണ്ടോ എന്നാണ് അവിടെ ചോദിച്ച് ഉറപ്പ് വരുത്തുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. We are going to do some tests for you. ഇത് ഓർഡിനറി വേ ഓഫ് സ്പീക്കിംഗ് ആണ്. ലെറ്റ്സ് സീ ദ എഫക്റ്റീവ് വേ. We need to run a few diagnostic tests to better understand your condition. This will help us determine the best course of treatment for you. ഈ രണ്ടിലുള്ള ഡിഫറൻസ് നോക്കാം. അതായത് കുറച്ച് ടെസ്റ്റ് എടുക്കാനുണ്ട് എന്ന് മാത്രമേ നഴ്സ് പറയുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ്, അതിനകത്തുള്ള ബെനിഫിറ്റ് എന്താണ് എന്ന് നഴ്സ് പറയുന്നില്ല. ബട്ട് എഫക്റ്റീവ് വേയിൽ ഷീ ഈസ് എക്സ്പ്ലെയിനിങ് ആസ് ടു വൈ we are suggesting that test for the patient. എന്തുകൊണ്ടാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ കണ്ടീഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ബെസ്റ്റ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനുമാണ് ആ ഒരു ടെസ്റ്റ് എടുക്കുന്നത് എന്നാണ് നഴ്സ് എഫക്റ്റീവായിട്ട് പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട്, യുവർ ടെസ്റ്റ് റിപ്പോർട്ട്സ് ആർ നോർമൽ. ഇത് ഓർഡിനറി വേ ഓഫ് സ്പീക്കിംഗ് ആണ്. ലെറ്റ്സ് സീ ഇറ്റ്സ് എഫക്റ്റീവ് വേ. I have reviewed your test results and I am pleased to inform you that everything looks normal. There is no cause for concern based on these results. എന്ന് പറയുമ്പോൾ ഇവിടെ ടെസ്റ്റ് റിപ്പോർട്ട് നോർമൽ എന്ന് പറയുന്നത് നഴ്സാണ്. പക്ഷേ റീഅഷുറൻസ് അവിടെ ഇല്ല. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ആൻസൈറ്റി അവിടെ കുറയുന്നില്ല. പക്ഷേ ഇവിടെ എഫക്റ്റീവ് വേയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ താങ്കളുടെ ടെസ്റ്റ് റിസൾട്ടിനെ റിവ്യൂ ചെയ്തു, അതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദാറ്റ് എവറിത്തിങ് ലുക്സ് നോർമൽ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നഴ്സ് പറയുന്നത് ദർ ഇസ് നോ കോസ് ഫോർ കൺസേൺ ബേസ്ഡ് ഓൺ ദീസ് റിസൾട്ട്. അതായത് ഇതിനകത്ത് ആശങ്കപ്പെടാനായിട്ട് ഒന്നും പ്രത്യേകിച്ചില്ല എന്നും ഉറപ്പ് വരുത്തുന്നതാണ് നഴ്സ് ചെയ്യുന്നത്. I hope now you understand the difference between ordinary way of speaking and effective way of speaking, and I also believe that this video was informative. Thank you for watching. ഉറപ്പാണ് വിജയം.